പുകയില്ലാത്ത അടുപ്പിൽ എല്ലാവർക്കും പുകയാണ് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കുറേ ആൾക്കാർക്കെല്ലാം ഒരുപാട് സംശയമാണ്. എൻ്റെ ഈ അടുപ്പ് ഞങ്ങൾ ഒരടുപ്പ് 15 വർഷക്കാലം ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ സൈഡെല്ലാം പൊട്ടിയപ്പോൾ ഇത് രണ്ടാമത് വെച്ചിട്ട് ഇപ്പം വെച്ചിട്ട് 1 വർഷമായി, പക്ഷേ 8 മാസമായി ഉപയോഗിക്കാതിരുന്നതാണ്. അങ്ങനെ നമ്മൾ കുറേ കാലം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഡോറൊന്ന് വലിച്ചാൽ പുകക്കുഴലിൻ്റെ താഴത്തെ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിനകത്തുള്ള പുകയെല്ലാം ഒന്ന് മാറ്റണം. അതിനുശേഷം ഇതുപോലെ ഒരു പേപ്പർ കത്തിച്ച് മുകളിലേക്ക് നല്ല രീതിയിൽ പുക വിട്ട് പിന്നെ ഒരല്പം പേപ്പർ ബാക്കിയുള്ള സമയത്ത് ഇതങ്ങ് അടയ്ക്കുക. അതിനുശേഷം നമ്മൾ അടുപ്പിൽ വന്നിട്ട് ആ പുകക്കുഴലിൻ്റെ 2 അടുപ്പിൻ്റെയും നടുക്ക് പുകക്കുഴലുമായി ബന്ധപ്പെട്ടൊരു അടുപ്പുണ്ട്. അതിനകത്തേക്ക് ഇതുപോലെ പേപ്പർ കത്തിച്ച് വിടുക. അതിനുശേഷം അത് അടയ്ക്കുക. അതുപോലെ കുത്തി നിറച്ച് ഒരുപാട് വിറകൊന്നും വെക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇത് വളരെ കുറച്ച് വിറകേ ചിലവാകത്തുള്ളൂ. ചിലരൊക്കെ പറയും ഇതിനകത്ത് ഒരുപാട് വിറവ് വേണമെന്നില്ല. എൻ്റെ അനുഭവത്തിൽ വളരെ കുറച്ച് വിറവ് മതിയാകും. പിന്നെ നമ്മൾ പാത്രം നന്നായി കത്തി പിടിച്ചതിന് ശേഷം പാത്രം വെക്കുന്ന സമയത്ത് ഒരല്പം പുക വരും. അതുപോലെ നമ്മൾ രണ്ടാമത്തെ അടുപ്പ് കത്തിക്കുന്നില്ല എങ്കിൽ ഇതുപോലൊരു സാധനം എടുത്തിട്ട് ആ അടുപ്പിൻ്റെ ഈ ഒരു കമ്പി എടുത്തിട്ട് അവിടെ കവർ ചെയ്യണം. ഇനി നമ്മൾ രണ്ടും അടുപ്പ് ഒരുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ നടുക്കുള്ള സാധനം ഇടിയേം വേണ്ട. അതുപോലെ നല്ല രീതിയിൽ നല്ലോണം പുക പോകുന്നുണ്ട്. ആദ്യം നമ്മൾ വെക്കുന്ന ഒരു 1-2 മിനിറ്റ് സമയം പാത്രത്തിന് ചുറ്റുമൊക്കെ കുറച്ച് പുക പോകും. അത് കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒട്ടും പുക പോകില്ല. ഇങ്ങനെ ഒരു റിങ് കൂടി ഇട്ടിട്ട് പാത്രം വയ്ക്കുകയാണെങ്കിൽ ഒട്ടും പുക പുറത്തേക്ക് പോകില്ല.